തരം തിരുവേദം മനസമോദ വികാസം. റീബിൽഡ് യുവർ ചർച്ച് എന്ന പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അന്യഭാഷകൾ എന്ന നിലയിൽ ഇന്ന് കേൾക്കുന്ന കാര്യങ്ങൾക്ക് ബൈബിൾ പറഞ്ഞിട്ടുള്ള അന്യഭാഷയുമായി യാതൊരു ബന്ധവുമില്ല എന്ന യാഥാർത്ഥ്യം തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയാണ് PM എബ്രഹാം. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയയുടെ വരവോടെ എല്ലാവർക്കും തന്നെ ഈ അന്യഭാഷ എന്ന നിലയിൽ ചില സഹോദരങ്ങൾ പറയുന്ന ശബ്ദങ്ങളും അതുപോലെ വാക്കുകൾ, ആവർത്തിച്ചുള്ള വാക്കുകളുമൊക്കെ വളരെ പരിചിതമായി തീർന്നിരിക്കുകയാണ്. ഇന്ന് കേൾക്കുന്ന അന്യഭാഷയ്ക്ക് അനുകൂലവും അതുപോലെ പ്രതികൂലമായിട്ടുള്ള നിലപാടുകളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ശ്രീ ബാബു ജോൺ ചോദിച്ച മറ്റൊരു ചോദ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി, ഇന്ന് കേൾക്കുന്ന അന്യഭാഷകൾ തെറ്റാണെന്ന് തെളിയിക്കാമോ എന്നുള്ളതാണ്. ആ ചേട്ടൻ, ആ കുഞ്ഞു പറഞ്ഞ അന്യഭാഷ തെറ്റാണെന്ന് ചേട്ടനെ തെളിയിക്കാൻ കഴിയുമോ എന്ന് ഞാനൊരു വെല്ലുവിളി ഒന്ന് വെക്കുക. ക്യാൻ യു പ്രൂവ് ഇറ്റ്? ഞാൻ ആദ്യം പറഞ്ഞ ചേട്ടനോട് ഡയറക്റ്റ് എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള, ചേട്ടനോട് കേൾക്കുന്ന പബ്ലിക്കിനോടാണ് പറഞ്ഞത്. പക്ഷെ ഞാനതങ്ങ് തെറ്റിച്ചിപ്പം. ആത്മീയ വിഷയങ്ങളിലൊന്നും നാം ആരെയും വെല്ലുവിളിക്കരുത്, പ്രത്യേകിച്ചും ഒരു പാസ്റ്റർ, ഒരു ആത്മീയ നേതാവായ വ്യക്തി. ഇതാണ് ഈ വിഷയത്തിൽ, ഈ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ എൻ്റെ നിലപാട് എന്ന് പറഞ്ഞത്. സ്നേഹത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും നമുക്ക് ഏത് വിഷയങ്ങളും ചർച്ച ചെയ്യാൻ സാധിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാ വെല്ലുവിളിയുടെ ആവശ്യം? സ്നേഹത്തിൽ സംസാരിക്കാൻ, സത്യം സംസാരിക്കാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. കരിസ്മാറ്റിക് പെന്തക്കോസ്ത് സമൂഹങ്ങളിൽ ഇന്ന് കേൾക്കുന്ന അന്യഭാഷകൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള യഥാർത്ഥ അല്ലെങ്കിൽ യഥാർത്ഥ അന്യഭാഷകളാണോ? അല്ല ആയിരുന്നുവെങ്കിൽ ഇത്രമാത്രം വിവാദം ഈ കാലഘട്ടത്തിൽ അന്യഭാഷയെ സംബന്ധിച്ചുണ്ടാകില്ല എന്നാണ് എൻ്റെ ബോധ്യം. അന്യഭാഷകളെക്കുറിച്ച് ആദ്യമായി പറഞ്ഞത് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലാണ്. വിശ്വസിക്കുന്ന ഒരാൾ ഈ അടയാളങ്ങൾ നടക്കും, പുതുഭാഷകളിൽ സംസാരിക്കും എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ബൈബിളിൽ അന്യഭാഷ പറഞ്ഞ സ്ഥലങ്ങളും വ്യക്തികളും അതുപോലെ വേദഭാഗങ്ങളും ഇനി പറയുന്ന വാക്യങ്ങളാണ്. ഒന്ന്, യെരൂശലേമിൽ പെന്തക്കോസ്ത് നാളിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അന്യഭാഷ പറഞ്ഞു. പ്രവർത്തന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. മറ്റൊന്ന്, കൈസരയിൽ കൊർന്നല്യോസും കുടുംബവും അന്യഭാഷ പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 10-ന്റെ 44-ഉം 45-ഉം വാക്യങ്ങൾ. എഫെസോസിലെ യോഹന്നാന്റെ ശിഷ്യന്മാർ അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം 6-ാമത്തെ വാക്യം. പിന്നീട് കൊരിന്ത് സഭയിൽ 1 കൊരിന്തർ 12-ാം അധ്യായത്തിൻ്റെ 10, 31, 13-ന്റെ 8, അതുപോലെ 1 കൊരിന്തർ 14-ാം അധ്യായം. ഇനി നമുക്ക് അന്യഭാഷകൾ പറഞ്ഞ ബൈബിളിലെ ആദ്യത്തെ സംഭവം ഒന്ന് വ്യക്തമായി പരിശോധിക്കാം. ഇന്ന് അന്യഭാഷ എന്ന പേരിൽ പറയുന്ന അന്യഭാഷകളും ബൈബിളിൽ പറഞ്ഞിട്ടുള്ള അന്യഭാഷകളും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്ന് താരതമ്യം ചെയ്ത് പഠിക്കേണ്ടതും ആവശ്യമാണ്. ഇന്ന് കേൾക്കുന്ന അന്യഭാഷകൾ വ്യാജമാണെന്ന് തെളിയിക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗം ഇതാണ്. ഒന്നാമത്തെ കാരണം, അപ്പോസ്തലപ്രവൃത്തി 2-ന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ യെരൂശലേമിൽ പെന്തക്കോസ്ത് ദിവസം ശിഷ്യന്മാർ സംസാരിച്ച അന്യഭാഷകൾ കേൾവിക്കാരുടെ ഭാഷകൾ തന്നെയായിരുന്നു. കേൾവിക്കാർക്ക് അവരുടെ ഭാഷകളായി അല്ലെങ്കിൽ അവരുടെ ഭാഷകൾ അവരെ കേട്ടു എന്നുള്ളതാണ്. ഇന്ന് കേൾക്കുന്ന അന്യഭാഷകൾ അത് അല്ലെങ്കിൽ ശബ്ദങ്ങളും വാക്കുകളും മാത്രമാണുള്ളത്. ശിഷ്യന്മാർ സംസാരിച്ച അന്യഭാഷകൾ ഇതുപോലെയുള്ള അന്യഭാഷയാണോ എന്ന് നിങ്ങൾ ഒന്ന് പറയുക. ഇന്ന് കേൾക്കുന്ന അന്യഭാഷ എന്ന നിലയിൽ കേൾക്കുന്ന അതിൻ്റെ ഒരു മാതൃക ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം, നിങ്ങളൊന്ന് വിലയിരുത്തുക. ഇത് പെന്തക്കോസ്ത് പാസ്റ്ററായിരുന്ന സജിത് കണ്ണൂരിൻ്റെ അന്യഭാഷയാണ്. അദ്ദേഹം ഇന്നൊരു കത്തോലിക്ക കരിസ്മാറ്റിക് നേതാവാണ്. അദ്ദേഹം പെന്തക്കോസ്തിലായിരുന്നപ്പോഴും അന്യഭാഷ പറഞ്ഞിരുന്നു. ഇന്നും അദ്ദേഹം അന്യഭാഷ പറയുന്നുണ്ട്. അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു. സജിത്ത് അന്ന് പറഞ്ഞിരുന്ന അന്യഭാഷ അത്
യഥാർത്ഥ അന്യഭാഷയാണ് എന്ന് ഈ പെന്തക്കോസ്ത് സഹോദരങ്ങൾ വിശ്വസിച്ചിരുന്നു, അംഗീകരിച്ചിരുന്നു. അതുപോലെ ഇന്ന് കത്തോലിക്ക നേതാവായിട്ടുള്ള സജിത്ത് പറയുന്ന അന്യഭാഷ ഇത് വചനപ്രകാരമുള്ളതാണ്, ശരിയാണ് എന്ന് പറയാൻ തയ്യാറാകുമോ? മറ്റൊന്ന്, പെന്തക്കോസ്തുകാരനായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ അന്യഭാഷ യഥാർത്ഥ അന്യഭാഷകളായിരുന്നു എങ്കിൽ ഇന്ന് പറയുന്ന അന്യഭാഷകൾ എന്തുകൊണ്ട് യഥാർത്ഥമല്ല എന്ന് പറയേണ്ടി വരും. ഇനി മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ ഒരു സാമ്പിൾ അന്യഭാഷയോടെ കാണിക്കാം. ഇത് നിങ്ങളുടെ അകത്തെ പ്രഷർ ഒന്ന് ഫ്രീ ആവട്ടെ. റമ്മ ഹഷ, ഇതിനകത്ത് ചിലര് വാസ്തവമായി ദൈവത്തോട് സംസാരിച്ചു തുടങ്ങി. അവരുടെ ടോൺ കാണുമ്പോ അറിയാം. നിർത്തി മറഹഷേ. നിങ്ങളുടെ അന്യഭാഷയെ തർക്കിക്കാനുള്ളവർ അങ്ങ് തർക്കിക്ക് സംസാരത്തിൽ. ലബ്ബേ റബ്ബേ ശംബ ഹസ്തി ലാല ലാഖുറോ ബക്കേ ശംബേ മഹാ മറുത്തു ലംബ നനക്കരേ ശഖേ മഹ. അന്യഭാഷയിൽ സംസാരിക്കുക. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് അന്യഭാഷയിൽ സംസാരിക്കുക. നിർത്തി ലമേ ശക്കറോ ശംബേ റാംബേ ലബ്ബ ഹർബ തുനോ. ചിലർക്ക് പുതിയ ഭാഷകൾ തന്നെ ലഭിക്കുക. രമേ നെമോ ഷമഖറേ. ഒരു ട്രെയിനിങ് ആണ്, അന്യഭാഷ പറയാൻ വേണ്ടി ഉള്ള ഒരു പാസ്റ്റർ നടത്തുന്ന ട്രെയിനിങ് ആണ്. അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കാൻ വേണ്ടി വിശ്വാസികൾക്ക് ട്രെയിനിങ് നൽകുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അപ്പോസ്തലന്മാരോ അല്ലെങ്കിൽ മറ്റാരും തന്നെ ഇങ്ങനെയൊരു ട്രെയിനിങ്ങിന് വിധേയമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുത്തതായിട്ടോ ഞാൻ വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ല. നമ്മൾ ഇന്ന് കേട്ട ഈ 2 അന്യഭാഷകളിൽ നിന്നും നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? വേണ്ട. ഈ സംസാരിച്ച ഈ വ്യക്തികൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം, ഈ 2 ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്നും മനസ്സിലായില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് 2 കൂട്ടർക്കും, കേൾവിക്കാർക്കും പറയുന്നവർക്കും മനസ്സിലാകുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഇന്നത്തെ അന്യഭാഷ കേൾവിക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്. 1 കൊരിന്ത്യർ 14:2 വാക്യമാണ്. അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടൊക്കെ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഇതാണ് ഈ സഹോദരങ്ങളെ നേരെ തിരിച്ച് നൽകുന്ന മറുപടി എന്ന് പറയുന്നത്. ഈ വാക്യത്തിന്റെ ഒരു വിശദീകരണം ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നൽകാം. താല്പര്യമുള്ളവർക്ക് അത് ശ്രദ്ധിക്കാവുന്നതാണ്. ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം, ഈ അന്യഭാഷ കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ അന്യഭാഷ പറയുന്നത് കൊണ്ട് ഈ സഹോദരങ്ങൾക്ക് ചില പ്രയോജനമുണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞ സത്യം. ഈ പുസ്തകം ഡോക്ടർ ജോൺ താന്നിക്കൽ എഴുതിയ പുസ്തകമാണ്. അദ്ദേഹം ഒരു പെന്തക്കോസ്തുകാരനാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ അന്യഭാഷ പറയുന്നത് കൊണ്ട് ചില പ്രയോജനമുണ്ട്. അദ്ദേഹം AG ചർച്ചിന്റെ പാസ്റ്ററാണ്, ഒരു ന്യൂ ലൈഫ് ബൈബിൾ കോളേജിന്റെ ഫൗണ്ടർ പ്രസിഡന്റ് ആണ്. ദി ഹോളി സ്പിരിറ്റ് ആൻഡ് അപ്പീൽ ഫോർ മച്യൂരിറ്റി എന്നാണ് ആ പുസ്തകം. ഇത് തിരുവല്ലയിലെ IPC പ്രസാധകരായ റീഡേഴ്സ് പബ്ലിക്കേഷൻസ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഇതിന്റെ മലയാള പരിഭാഷ പ്രസിദ്ധീകരിച്ചത്. ഞാൻ ആ പുസ്തകത്തിന്റെ 91ാമത്തെ പേജിൽ ലാസ്റ്റ് പാരഗ്രാഫിന്റെ ചില സെന്റൻസ് മാത്രം ഒന്ന് വായിക്കാം. ദി അതർ ടങ് സ്പോക്കൺ ഇൻ പെന്റക്കോസ്റ്റൽ ചർച്ചസ് ആർ നോട്ട് അണ്ടർസ്റ്റുഡ് ബൈ ദി സ്പീക്കേഴ്സ് ഓർ ദി ഹിയറേഴ്സ്. മറ്റൊരു സെന്റൻസ് ഇങ്ങനെയാണ്: they were all speeches of exuberance, expression of joy, sincerity, imitation of other speakers, resulting in satisfaction that he or she had reached a higher spiritual stage. അപ്പൊ ഇതാണ് ഇതുകൊണ്ടുള്ള ഒരു പ്രയോജനം. തങ്ങൾ ഏതോ വലിയൊരു ആത്മീയ നിലവാരത്തിലേക്ക് എത്തി എന്നുള്ള ഒരു സംതൃപ്തി ഇവർക്ക് ഇതിലൂടെ ഉണ്ടാകുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാം അപ്പോസ്തലരുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ ഈ ശിഷ്യന്മാർ സംസാരിച്ചപ്പോൾ, അന്യഭാഷ പറഞ്ഞപ്പോൾ, അന്ന് ആകാശത്തിന് കീഴിലുള്ള ഏകദേശം 17ഓളം ഭാഷക്കാർ അവിടെ അന്ന് യെരുശലേമിൽ പാർത്തിരുന്ന ആൾക്കാരെ കൂടാതെ അവിടെ കൂടി വന്നു എന്നാണ്. 2-ന്റെ 9, 10, 11 വാക്യം നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ ഈ അവിടെ കൂടി വന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളതും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് എലാമ്യരുണ്ടായിരുന്നു, മെസൊപ്പൊത്താമ്യരുണ്ടായിരുന്നു, ഇങ്ങനെ ഏകദേശം 17ഓളം ഭാഷക്കാർ അന്ന് ആദ്യമായി അന്യഭാഷ പറഞ്ഞപ്പോൾ യെരുശലേമിൽ കൂടി വന്നിരുന്നു. അപ്പോസ്തലന്മാരും യേശുവിൻ്റെ അമ്മ മറിയയും അതുപോലെ യേശുവിൻ്റെ സഹോദരന്മാരും പലരും മറ്റു ചില ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തി 1-ന്റെ 13-14 വാക്യങ്ങൾ വായിക്കുന്നു.
അപ്പൊ യേശുക്രിസ്തുവിന്റെ ഈ ശിഷ്യന്മാർ സംസാരിച്ച ഭാഷകൾ, അന്യഭാഷ എന്തായിരുന്നു? അത് ശിഷ്യന്മാരുടെ മാതൃഭാഷയായ അരമായ ഭാഷയോ അവരുടെ മതഭാഷയായ എബ്രായ ഭാഷയോ ആയിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. നാം ഇതിൽ നിന്നും ചില കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ഒന്ന്, ശിഷ്യന്മാർ സംസാരിച്ച അന്യഭാഷകൾ അവിടെ കൂടി വന്നവരുടെ ഭാഷകളായിരുന്നു. അവർ സംസാരിച്ച ഭാഷകൾ കേൾവിക്കാർക്ക് അവരുടെ മാതൃഭാഷയും ശിഷ്യന്മാർക്ക് അന്യഭാഷകളുമായിരുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, പത്രോസിനെ മേദ്യയുടെ ഭാഷ അറിയില്ല, ഒരു വാക്ക് പോലും അറിയില്ല. പക്ഷെ പത്രോസ് മേദ്യ ഭാഷയിൽ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ പ്രസ്താവിച്ചു. യാക്കോബിനെ മെസൊപ്പൊത്തേമിയയുടെ ഭാഷ അറിയില്ല, ഞാൻ ഉദാഹരണം പറയുന്നതാണ്, ഒരു വാക്ക് പോലും അറിയില്ല. പക്ഷെ യാക്കോബ് എന്ത് ചെയ്തു? മെസൊപ്പൊത്തേമിയൻ ഭാഷയിൽ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ എന്ത് ചെയ്തു? സംസാരിച്ചു, തെളിവായി സംസാരിച്ചു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ഇത് ചില വാക്കുകളല്ലായിരുന്നു. ഈ ജർമ്മൻ ഭാഷയിലെ ഒന്ന് രണ്ട് വാക്കുകളൊക്കെ എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയാം. ചെറുതായിട്ട് അറിയാം. ഞാൻ ഏഷ്യൻ ക്രിസ്ത്യൻ അക്കാഡമിയിൽ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഗുട്ടൻ മോർഗൻ ഡാങ്കെ എന്ന് പറഞ്ഞാൽ, ഗുട്ടൻ മോർഗൻ എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് എന്നാ, അല്ലെങ്കിൽ ഡാങ്കെ എന്ന് പറഞ്ഞാൽ താങ്ക് യു എന്നാ. അപ്പൊ ഡാങ്കെ ഗുട്ടൻ മോർഗൻ എന്ന് പറഞ്ഞാൽ അത് ജർമ്മൻ ഭാഷയാകുമോ? ശിഷ്യന്മാർ സംസാരിച്ചത് കേൾവിക്കാരുടെ ഭാഷകളിലായിരുന്നു. ദൈവത്തിന്റെ വൻ കാര്യങ്ങളാണ് അതിലൂടെ സംസാരിച്ചത്. ഇങ്ങനെ ഒരു കാര്യം ഇന്നത്തെ അന്യഭാഷകളെ കുറിച്ച് നമുക്ക് എവിടെയെങ്കിലും പറയാൻ സാധിക്കുമോ? അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ അന്യഭാഷകൾ ബൈബിളിൽ വെളിപ്പെടുത്തുന്ന അന്യഭാഷകളെ അല്ല. ഇനിയും അടുത്തതായി, കേൾവിക്കാർക്ക് മനസ്സിലാകുന്ന മാനുഷിക ഭാഷകളായിരുന്നു ശിഷ്യന്മാർ സംസാരിച്ചത് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അവർ സംസാരിച്ചത് അവരുടെ മാതൃഭാഷയായ അരമായ ഭാഷയിലോ അവരുടെ മതഭാഷയായ ഹീബ്രുവിലോ അല്ലെങ്കിൽ എബ്രായ ഭാഷയിലോ ആയിരുന്നില്ല. ചില ഉടനെ പറയും ആ ശിഷ്യന്മാർ ഒരു ഭാഷയിൽ സംസാരിച്ചു, അത് കേൾവിക്കാർക്ക് അവരുടേതായ ഭാഷകളിൽ മനസ്സിലായി എന്ന്. അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ കേൾവിക്കാർക്കാണ് അന്യഭാഷ വരം ലഭിച്ചത് എന്ന് വരും. ഇവിടെ ഓരോ ശിഷ്യന്മാരും വ്യത്യസ്ത ഭാഷകളിൽ സംസാരിക്കുകയും ആ ഭാഷകളിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ, സന്ദേശങ്ങൾ കേൾവിക്കാർ കേൾക്കുകയുമാണ് ചെയ്തത്. മറ്റൊരു കാര്യം കൂടെ ഈ ബന്ധത്തിൽ ഓർക്കേണ്ടത്, ദൈവത്തിന്റെ വൻ കാര്യങ്ങളായിരുന്നു ഈ ശിഷ്യന്മാർ അന്യഭാഷകളിലൂടെ സംസാരിച്ചത്. ഇന്ന് കേൾക്കുന്നവരെ ഒന്നോ രണ്ടോ വാക്കുകളെ അല്ലെങ്കിൽ ചില വാക്കുകൾ ആവർത്തനം അല്ലെങ്കിൽ ശബ്ദങ്ങളല്ല അവർ കേട്ടത്. കേൾവിക്കാർക്ക് ഒരു ദൂത് അവർ നൽകിയായിരുന്നു, ഒരു സന്ദേശം നൽകിയായിരുന്നു ഈ ശുശ്രൂഷയിലൂടെ അവരെ ചെയ്തത്. ഈ കാലഘട്ടത്തിലോ പ്രസംഗത്തിനിടയിലും അതുപോലെ പ്രാർത്ഥനയ്ക്കിടയിലൊക്കെ എന്ത് ചെയ്യുക, ചില വാക്കുകളും അതുപോലെ ചില ശബ്ദങ്ങളും ഒക്കെ അന്യഭാഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു പ്രവണതയാണ് ഇന്ന് അധികം സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ പുസ്തകങ്ങൾ എഴുതാൻ വേണ്ടി ഈ അന്യഭാഷയെക്കുറിച്ചും കരിസ്മാറ്റിക്കിനെ കുറിച്ചൊക്കെ എഴുതാൻ ഞാൻ അനേക സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കൂട്ടങ്ങളിലൊക്കെ പോയി ഇത് വീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ ഒന്ന് ഇപ്പോൾ കാണിക്കാം. ആ ഉദാഹരണം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക. ശിഷ്യന്മാരുടെ അന്യഭാഷാ ഭാഷണം കേട്ട ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ കൂടെ നമുക്ക് ഈ ബന്ധത്തിൽ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ അന്യഭാഷ കേൾക്കുന്ന ശ്രോതാക്കളുടെ പ്രതികരണം എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ വായിക്കുന്നത്, ഓരോരുത്തൻ താന്താന്റെ ഭാഷകളിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി എന്നാണ്. 2-ന്റെ 4-ാമത്തെ വാക്യത്തിൽ, ആത്മാവ് ശിഷ്യന്മാർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ അവിടെ കൂടി വന്ന വിവിധ ഭാഷക്കാരായ വ്യക്തികളുടെ ഭാഷകളിൽ ഗലീലക്കാരായ അരാമ്യ ഭാഷ മാത്രം സംസാരിക്കുന്ന ഈ ശിഷ്യന്മാർ സംസാരിക്കുകയാണ് ചെയ്തത്. ഇതാണ് കേൾവിക്കാരെ അത്ഭുതപ്പെടുത്തത്. ഇന്ന് അന്യഭാഷ പറയുന്ന ഏതു സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രതിഭാസം കാണിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ അന്യഭാഷ ഒരു കാരണവശാലും വചനാനുസൃതമല്ല. അപ്പോസ്തലപ്രവൃത്തി 2-ന്റെ 11-12 വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ വായിക്കുന്നത്, ക്രേത്യരും അറബിക്കാരുമായി ആയ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിച്ച് കേൾക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ കേൾക്കുന്നുവല്ലോ എന്നാണ് കേൾവിക്കാരുടെ പ്രതികരണം എന്ന് പറയുന്നത്. പെന്തക്കോസ്ത് തിയോളജനായിരുന്ന MV ചാക്കോസാർ, പാസ്റ്റർ തോമസ് തോന്നയ്ക്കൽ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന വചനപോഷണി എന്ന മാസികയിൽ എഴുതിയ ഒരു ലേഖനം
ഈ ആത്മാവിനെക്കുറിച്ചും അന്യഭാഷയെക്കുറിച്ചുമായിരുന്നു ആ ലേഖനം. ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കിതാണ്. അദ്ദേഹം പറഞ്ഞു, വി ചാക്കോ സാറേ, അദ്ദേഹം ഒരു പണ്ഡിതനായ മനുഷ്യൻ തന്നെയായിരുന്നു. അദ്ദേഹം ഒരു വലിയൊരു അബദ്ധം പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞത് അന്യഭാഷ പറയുന്നവർ വളരെ കരുതലോടെ വേണം അന്യഭാഷ പറയേണ്ടത്. ഒരാൾ പക്ഷസ്യ എന്ന് അന്യഭാഷ പറഞ്ഞാൽ അത് കേട്ട് അന്യഭാഷ പറയുന്ന പ്രവണത നാം ഉപേക്ഷിക്കണം. എന്താ കാരണം? ശത്രുക്കൾക്ക് അന്യഭാഷയെ വിമർശിക്കാൻ അത് കാരണമാകും പോലും. അപ്പൊ പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാർ ഇന്ന് കേൾക്കുന്നത് പോലെ കുറെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയല്ലായിരുന്നു, വാക്കുകൾ ആവർത്തിച്ച് പറയുകയല്ലായിരുന്നു. അവിടെ കൂടിയ പലവിധ ഭാഷക്കാർ അത്ഭുത പരതന്ത്രരാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ശിഷ്യന്മാർ ഗലീല ഭാഷയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ അരമായ ഭാഷ സംസാരിക്കുന്ന ഈ സാധാരണക്കാരായ ശിഷ്യന്മാർ തങ്ങളുടെ ഭാഷകളിൽ സംസാരിച്ചു എന്നുള്ളതാണ്. ടിക്ക ടിക്ക ടിക്ക, മോനി മോനി മോനി, ജരിതര പൗഡാനികസ്യ, ഷൗഡാല ഷൗഡ. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാൻ കേട്ടിട്ടുള്ള അന്യഭാഷകളാണ്. ഇതൊന്നുമല്ല ഈ ശിഷ്യന്മാർ പറഞ്ഞത് അന്യഭാഷകൾ. അവരുടെ കേൾവിക്കാരുടെ ശ്രോതാക്കളുടെ അവിടെ ഭാഷകളാണ്. ആ ഭാഷകളിലൂടെ എന്തോ വിളിച്ചു പറയല്ലായിരുന്നു, സന്ദേശങ്ങൾ, ദൈവിക സന്ദേശം. അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ എന്നാണ് വായിക്കുന്നത്. അതാണ് അവർ അന്യഭാഷകളോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? സഭകളിൽ ആവർത്തിച്ച് പറയുന്ന അന്യഭാഷകൾ ഈ പ്രിയപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾ കേട്ട് പഠിച്ചിട്ട് വീട്ടിലെ മുതിർന്നവർ കുഞ്ഞുങ്ങൾ വീട്ടിൽ പറയുന്ന ഈ അന്യഭാഷ മൊബൈലിൽ പകർത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടു കാണും എന്ന് ഞാൻ ഓർക്കുന്നു. എനിക്ക് തീർച്ചയായും വിശ്വസിക്കാൻ കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടുള്ള ഏറ്റവും വലിയ പാപങ്ങളിൽ ഒന്നാണിത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ തെറ്റിലേക്ക് നയിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ അന്യഭാഷ കേട്ട് കഴിഞ്ഞപ്പോൾ പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാരുടെ അന്യഭാഷകൾ കേട്ട് ജനത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? നമ്മളവിടെ വായിക്കുന്നു, അമ്പരന്ന് പോയി, ഭ്രമിച്ചു, ആശ്ചര്യപ്പെട്ടു. 2:7 വാക്യം. അവർ അന്യോന്യം ചോദിക്കുകയാണ്, നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിച്ച് കേൾക്കുന്നുവല്ലോ എന്ന് അവർ പറഞ്ഞു. വാക്യം 2:11. എല്ലാവരും ഭ്രമിച്ചു, ചഞ്ചലിച്ചു, ഇതെന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം എവിടെയെങ്കിലും കേൾക്കാറുണ്ടോ? ഇന്ന് അന്യഭാഷ കേൾക്കുമ്പോൾ ജനത്തിന്റെ പ്രതികരണം ഇതുപോലെ വല്ലതും ആണോ? ഇന്ന് അന്യഭാഷകൾ കേൾക്കുന്നവർക്ക് അത്ഭുതമാണോ അതോ പരിഹാസമാണോ അവജ്ഞയാണോ ഉണ്ടാകുന്നത്? കേരളത്തിൽ ഇന്ന് വിവിധ ഭാഷക്കാരായ ഒട്ടനവധി ആളുകളുണ്ട്. ഞാൻ താമസിക്കുന്ന പെരുമ്പാവൂരിൽ ധാരാളം ബംഗാളികളും ഒറിയക്കാരും അതുപോലെ ആസാമികളും ഒക്കെ ഉണ്ട്. ഹിന്ദിയും തമിഴും ഒക്കെ സംസാരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരിൽ പലരും ഈ കാലഘട്ടങ്ങളിൽ പല സ്ഥലത്തും കൺവെൻഷനിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവിടെ മധ്യത്തിൽ ഇങ്ങനെ ഒരു പ്രതിഭാസം, ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അവർ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ന് അന്യഭാഷയാണെന്ന നിലയിൽ പറയുന്ന ശബ്ദങ്ങൾ ഭാഷകളെ അല്ല. നിങ്ങൾ പറയുന്ന അന്യഭാഷകൾ ആർക്കും മനസ്സാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഉടനെ ആ സഹോദരങ്ങൾ പറയുന്ന മറ്റൊരു മറുപടി ഉണ്ട്. പ്രവർത്തന ദിവസം 2:13 ഒരു സംഭവം അവർ കൊണ്ടുവരും. ഇത് പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു. അതുകൊണ്ട് ഇന്നും അന്യഭാഷ മനസ്സിലാകാത്തതുകൊണ്ട് അതുപോലെ തന്നെ പെന്തക്കോസ്ത് നാളിലും ഉണ്ട് എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഒരു പാസ്റ്റർ വീഡിയോയിലെ ഈ യൂട്യൂബിൽ ലഭ്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് അന്യഭാഷ, പെന്തക്കോസ്ത് എന്ന് പറയുന്നത് പരിഹാസത്തിലൂടെ വളർന്ന ഒരു സഭയാണ്, അന്യഭാഷയെ കളിയാക്കി ആ കളിയാക്കൽ കേട്ടു വളർന്ന ഒരു സഭയാണ് എന്ന് ആ പാസ്റ്ററെ പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ഒരിക്കൽ ശ്രദ്ധിക്കുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ കളിയാക്കാൻ കാരണം എന്താ? ഇത് വീഞ്ഞു കുടിച്ചെന്ന് പറയാൻ കാരണം എന്താ? ഈ യെരുശലേമിൽ താമസിക്കുന്ന തദ്ദേശീയരായ ആൾക്കാർ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഈ ആൾക്കാരുടെ ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിച്ചപ്പോൾ അവർക്കത് മനസ്സിലായില്ല. ശരിയാണ്. അപ്പൊ സ്വാഭാവികമായും വിവിധ ഭാഷകൾ ഒരുമിച്ച് കേട്ടപ്പോൾ എന്ത് ചെയ്തു? കേട്ടപ്പോൾ തദ്ദേശീയരായ ഈ സഹോദരന്മാർ പറയുകയാണ് ഇവരെ പുതുവീഞ്ഞ് കുടിച്ചതാണ് എന്ന് അവർ പരിഹസിക്കുകയാണ് ചെയ്തത്. ഇനി മറ്റൊരു കാര്യം, ഭാഷ, അതായത് ടങ്സ് എന്നതിനെ ഉപയോഗിച്ചിട്ടുള്ള ഗ്രീക്ക് പദം ഗ്ലോസ എന്നാണ്. അതിന് നാവ് എന്നും ഭാഷ എന്നും, അതായത് ലാംഗ്വേജ് എന്നും 2 അർത്ഥങ്ങളിലാണ് ഗ്ലോസ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 50 തവണ പുതിയ നിയമത്തിൽ നമ്മൾ ഈ ഗ്ലോസ എന്ന വാക്ക് ഭാഷയെന്നും നാവും എന്നുണ്ട്. 17 ഭാഗങ്ങളിൽ നാവ്, മനുഷ്യന്റെ നാവ് എന്നാണ്. പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷയായ സെപ്റ്റുജന്റിൽ 30 തവണ ഈ ഗ്ലോസ എന്ന ഈ ഗ്രീക്ക് പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അന്യഭാഷ എന്നതിന്
തൻ്റെ സ്വന്തമല്ലാത്ത ഭാഷ, അതായത് അന്യന്റെ ഭാഷ അല്ലെങ്കിൽ അതർ ടങ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അന്യഭാഷ എന്നതിന് അറിയപ്പെടാത്ത ഭാഷ, അതായത് അൺനോൺ ടങ് എന്ന ഒരു അർത്ഥമേ ഇല്ല. ഇത് അന്യഭാഷ അറിയപ്പെടാത്ത ഒരു ഭാഷയാണ് എന്നുള്ളത് വന്നത് KJVയിലെ പരിഭാഷയിൽ നിന്ന് സംഭവിച്ചതാണ്. KJVയിലെ ഇറ്റാലിക്സിലാണ് അൺനോൺ ടങ് എന്ന് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ന്യൂ KJVയിലേക്ക് വന്നപ്പോൾ അവിടെ ടങ് എന്ന് മാത്രമേ ഉള്ളൂ, ഭാഷ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് വായനക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഗ്രീക്ക് ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തപ്പോൾ സഹായത്തിന് വേണ്ടിയാണ് അൺനോൺ എന്ന ആ പദം ഉപയോഗിച്ചത്. അത് പിന്നീട് എന്ത് ചെയ്തു, ഈ വായനക്കാരെ സഹായിക്കാൻ വേണ്ടി എന്ന നിലയിൽ ഉപയോഗിച്ച അൺനോൺ ടങ് ഒരു വലിയ അബദ്ധമായിട്ട് എന്ത് ചെയ്തു, ചിലരെ തെറ്റിക്കുന്ന ഒന്നായി മാറുകയാണ് ചെയ്തത്. സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചത് ചെയ്ത കാര്യം ഒരു കുരുക്കായി തീരുകയാണ് ചെയ്തത്. എന്തായിരുന്നാലും ഈ ന്യൂ KJVയിലെ NKJVയിലെ ടങ് എന്ന് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോസ്തലപ്രവൃത്തി 2-ലും അതുപോലെ 10-ാം അധ്യായത്തിലും 19-ാമത്തെ അധ്യായത്തിലും അതുപോലെ കൊരിന്ത്യ ലേഖനത്തിൽ 12, 13 അതുപോലെ 14 അധ്യായങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള അന്യഭാഷ എന്നുള്ളത് അല്ലെങ്കിൽ അവിടെ ഗ്ലോസ എന്ന വാക്ക് തന്നെയാണ്. അത് മനുഷ്യന്റെ ഭാഷയാണ്, മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയാണ് ഗ്ലോസ എന്ന ഗ്രീക്ക് പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. 1 കൊരിന്ത്യർ 14:19 പൗലോസ് പറയുന്നു, ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്, അവയിലൊന്നും തെളിവില്ലാത്തതല്ല. 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുക, അതുകൊണ്ട് നിങ്ങളും നാവുകൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിക്കാഞ്ഞാൽ സംസാരിക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ എങ്ങനെ അറിയും? അപ്പോസ്തല പ്രവൃത്തിയിലും അതുപോലെ 1 കൊരിന്ത്യർ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലും അധ്യായങ്ങളിലും അവിടെ എല്ലാം കാണുന്നത് ഗ്ലോസയാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് എഴുത്തുകാരനായ സ്റ്റാൻലി M. ഹോർട്ടൺ എന്ന് പറയുന്ന എഴുത്തുകാരനും ഈ സത്യം അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ അന്യഭാഷകൾ വചനാനുസൃതമല്ല. ഇനിയും അന്യഭാഷകൾ തെറ്റാണെന്നതിൻ്റെ മറ്റൊരു ഉദാഹരണങ്ങൾ കൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ കാണിക്കാം. അത് സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ അതിൻ്റെ ക്രമം എന്ന് പറയുന്നത് വചനവിരുദ്ധമാണ് എന്നതുകൊണ്ടാണ്. സഭയിൽ അന്യഭാഷ പറയുമ്പോൾ അത് വ്യാഖ്യാനിക്കേണ്ടത് ആവശ്യമാണ്. 1 കൊരിന്ത്യർ 14:28 നമ്മൾ വായിക്കുന്നത്, വ്യാഖ്യാനം ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. അതുകൊണ്ട് അന്യഭാഷ തെറ്റായ ഒരു കാര്യമാണ്. മറ്റൊന്ന്, അന്യഭാഷ പറയുന്നുണ്ട് എണ്ണത്തിൽ ഒരു വലിയ നിബന്ധന ബൈബിൾ നൽകുന്നുണ്ട്. പാസ്റ്റർ ഷമീർ കൊല്ലം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞതുപോലെ അന്യഭാഷ പറയുകയാണ് ഇന്ന് പലരും ചെയ്യുന്നത് എന്ന് അദ്ദേഹം ഒരു പെന്തക്കോസ്ത് പാസ്റ്ററെങ്കിലും അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട്. സഭയൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്ത് എന്ന് പറയുകയില്ലോ? പൗലോസ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. 1 കൊരിന്ത്യർ 14:23 വാക്യം. ഇനി 3-ാമത്തെ കാരണം, അന്യഭാഷ തെറ്റാണെന്നതിൻ്റെ 3-ാമത്തെ കാരണം 1 കൊരിന്ത്യർ 14:27 വായിക്കുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. ഈ നിയന്ത്രണം ഏത് സഭയിൽ ഏത് സ്ഥലത്താണ് പാലിക്കപ്പെടുന്നത്? സ്നേഹത്തിൽ തിരുവെഴുത്തുകളെ പരിശോധിക്കുവാൻ പഠിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. വളരെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.